പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമ്മർ ഹോളിഡേയ്സ് നമ്മൾ കേരളത്തിൽ ധാരാളം കുട്ടികൾ നീന്തൽ അഭ്യസിക്കുന്നുണ്ട്. അത് പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങളിൽ പലരും കണ്ടിരിക്കും. നമ്മുടെ പല സ്കൂളുകളിലും ഇന്ന് സ്വിമ്മിംഗ് പൂളുകളുണ്ട്. കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരും ഒക്കെ ഇന്ന് നീന്തൽ കൂടുതലായിട്ട് അഭ്യസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീന്തലിന് ഇത്രയധികം പ്രാധാന്യം എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. നീന്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം അത് പലപ്പോഴും ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മാറാമെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ സമുദ്രതീരം ധാരാളമുണ്ട്, കായലുകൾ ധാരാളമുണ്ട്, അതുപോലെ തന്നെ നദികൾ ധാരാളമുണ്ട്. പലപ്പോഴും പല അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീന്തൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ അത് സഹായിച്ചെന്ന് വരും. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനും ചിലപ്പോൾ അത് സഹായിച്ചെന്നിരിക്കും. അതാണ് ഏറ്റവും നീന്തലിൻ്റെ ഒരു പ്രത്യേക പ്രയോജനം. നമുക്ക് പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏത് വ്യായാമം നോക്കിയാലും നമ്മൾ ഈ നീന്തലാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. എയറോബിക് വ്യായാമം തന്നെ പലതായിട്ടുണ്ട്. വേഗതയിലുള്ള നടപ്പ്, ഓട്ടം, സൈക്ലിങ്, സ്റ്റെയർ ക്ലൈംബിങ്, സ്കിപ്പിങ്, ജോഗിങ്, ട്രെഡ്മില്ലിൽ കയറുക തുടങ്ങി നിരവധി എയറോബിക് വ്യായാമങ്ങളുണ്ട്. ഈ വ്യായാമങ്ങളുമായിട്ട് നമ്മൾ നീന്തൽ കമ്പയർ ചെയ്യുമ്പോൾ നീന്തലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നീന്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളും ഒരുമയോടുകൂടി നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പേശികൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഓടുമ്പോഴും കാലിലെ പേശികളാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാലിലെ പേശികൾക്ക് മാത്രമേ വ്യായാമം ലഭിക്കുന്നുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ നീന്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള മിക്ക പേശികളും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലുകളിലെ പേശികൾ, കൈകളിലെ പേശികൾ, നിങ്ങളുടെ നെഞ്ചിലുള്ള പേശികൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പേശികൾ, കഴുത്തിലുള്ള പേശികൾ, തലയിലുള്ള പേശികൾ, ശ്വാസകോശത്തിൻ്റെ പേശികൾ ഒക്കെ വളരെ നന്നായിട്ട് മാക്സിമം ശക്തിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവയ്ക്കെല്ലാം വ്യായാമം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് നീന്തൽ വളരെയധികം സഹായിക്കും. നിങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓടുമ്പോഴുമൊക്കെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. പക്ഷേ അതിലും കൂടുതൽ ഉപരിയായി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നീന്തൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓടുമ്പോഴും ഒക്കെ കാലിലെ പേശികൾക്ക് കൂടുതൽ രക്തം എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം കൂടുതൽ പ്രവർത്തിക്കണം. പക്ഷേ ഇവിടെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികൾക്കും കൂടുതൽ രക്തം വേണം, എന്നാലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം കൂടുതൽ വേഗതയിലും ശക്തിയിലും മിടിക്കുന്നു. അത് കാർഡിയാക് പേശികൾക്ക് ആരോഗ്യം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. ഇതുകൂടാതെ കൊറോണറി ധമനികളിൽ കൂടി കൂടുതൽ ഓക്സിജനും പോഷകങ്ങളുമുള്ള രക്തം നമ്മുടെ ഹൃദയ പേശികളിലെത്തുന്നു. അതും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. അപ്പോൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നീന്തൽ. പിന്നെ മറ്റൊന്ന് ശ്വാസകോശ ആരോഗ്യമാണ്. അത് വളരെയധികം വർദ്ധിക്കുന്നു. നമ്മുടെ ശ്വാസകോശം ഏറ്റവും ശക്തിയായിട്ട് നീന്തുമ്പം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, കൂടുതൽ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ അങ്ങനെ ശ്വാസകോശം നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ശ്വാസകോശ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നു. BP കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയിൽ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനമാണ് ഇതിന് ബലം നൽകുന്നത്. അതായത് അവിടെ ധാരാളം ആളുകളിൽ അവർ നടത്തിയ പഠനത്തിൽ ഒരു മാസം തുടർച്ചയായി നീന്തുന്നവരിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 135 നിന്നും 125 കുറയുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമ്മൾ വായുവിനോടാണ് മല്ലിടുന്നത്. പക്ഷേ നീന്തുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ വെള്ളത്തിനോടാണ് മല്ലിടുന്നത്. വായു നൽകുന്ന പ്രതിരോധത്തിൻ്റെ ഏതാണ്ട് 12 ഇരട്ടി അധികമാണ് വെള്ളത്തിൽ കൂടി നമ്മൾ നീന്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധം. അപ്പോൾ നമ്മൾ സർവ്വശക്തിയും സമാഹരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പേശികളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാണ് നമ്മൾ നീന്തുന്നത്. അപ്പോൾ അത് ഹൃദയത്തിന് കൂടുതൽ ആരോഗ്യം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ BP കുറയുവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയാനും ഈ നീന്തൽ വളരെയധികം സഹായിക്കും. നമ്മുടെ ചീത്ത LDL കൊളസ്ട്രോൾ കുറയുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളായ HDL കൂടുന്നു. പിന്നെ നമുക്ക് അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുവാനും നീന്തൽ വളരെയധികം സഹായിക്കും. കാരണം നമ്മൾ കാലറി അവിടെ കൂടുതലായിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ നീന്തുമ്പോൾ ഏതാണ്ട് 712 കാലറി ഊർജ്ജം ചിലവാകുന്നുണ്ട് അത്രയും. അതേ സമയത്ത് നമ്മൾ 1 മണിക്കൂർ സാധാരണ ഓടുകയാണെങ്കിൽ ഏതാണ്ട് 600 കാലറി ഊർജ്ജം മാത്രമേ ചിലവാകുകയുള്ളൂ. അപ്പോൾ നീന്തുമ്പോൾ കൂടുതൽ ഊർജ്ജം ചിലവാകുന്നു. അത് നിങ്ങളുടെ വണ്ണം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. വണ്ണമില്ലാത്തവർക്ക് വണ്ണം കൂടാതിരിക്കുവാനും വളരെയധികം സഹായിക്കും. പിന്നെ ഏറ്റവും നല്ല ഒരു സുഖവ്യായാമമായിട്ടാണ് നീന്തലിനെ കാണുന്നത്. അതായത് നീന്തുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നു, നമ്മുടെ മനസ്സിന് സുഖം നൽകുന്നു. കാരണം എൻഡോർഫിൻ എന്നൊരു സുഖ ഹോർമോൺ നീന്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ
കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രയോജനം, നമുക്ക് മുട്ടിന് വേദനയുള്ളവർ ഒക്കെ ഇന്ന് ധാരാളമുണ്ട്. ആർത്രൈറ്റിസ് ഉള്ളവരുണ്ട്. അപ്പം മുട്ടിനോ കാലിനോ ഒക്കെ വേദനയുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നീന്തുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പം നീന്തൽ അവർക്ക് വ്യായാമം നൽകുന്ന നല്ല ഒരു വ്യായാമമാണ്. പിന്നെ നീന്തൽ നമുക്ക് ഏത് പ്രായമുള്ളവർക്കും ചെയ്യാമെന്നുള്ളതാണ്. കുട്ടികൾക്ക് നീന്താം, മുതിർന്നവർക്ക് വേണമെങ്കിലും നീന്താം. പിന്നെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുന്ന ഒരു പ്രക്രിയയാണ് നീന്തൽ. പിന്നെ നീന്തൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സ്പോർട്സാണ്, വാട്ടർ സ്പോർട്സാണ്. അതുപോലെ തന്നെ അതൊരു സോഷ്യൽ സ്പോർട്സാണ്. അപ്പോൾ നീന്തലിന് ഇങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. പക്ഷേ അല്പം ചില നെഗറ്റീവ് പോയിൻറ്റ്സും നീന്തലിനുണ്ട്. കാരണം നീന്തൽ പഠിക്കണമെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് വേണം. പിന്നെ നീന്തൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നീന്തുമ്പോൾ നമ്മൾ ലോവർ ബോഡി മസിൽസിന് നമ്മൾ ഓടുമ്പോൾ കിട്ടുന്ന പോലെയുള്ള ഒരു വ്യായാമം കിട്ടുന്നില്ല എന്നൊരു കാര്യമുണ്ട്. അതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 1 മണിക്കൂർ നീന്തുവാണെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഓടുകയും കൂടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ വ്യായാമം വളരെ സൂപ്പറായി. അപ്പോൾ നീന്തലിന് വളരെയധികം മേന്മകളുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇന്ന് നീന്തൽ പഠിക്കുന്നത്. അപ്പോൾ നീന്തലിൻ്റെ ഈ ആരോഗ്യപരമായ ഗുണങ്ങളെപ്പറ്റി ഒരു നല്ല ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.